ഇത് സംസാരിക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയാണ്. കുറേ വർഷങ്ങളായി കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് നമ്മുടെ ധർമ്മപ്രഭാഷണ പരമ്പര നടക്കാറുണ്ട്. അതുപോലുള്ള പ്രഭാഷണ പരമ്പരകളിലെല്ലാം തന്നെ സമൂഹത്തിലെ ശ്രോതാക്കളിൽ നിന്നുണ്ടാവുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ കൂടുതൽ സമയം നീക്കിവെക്കാറുമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ഖുറാനിലെ ചില സൂക്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം സൂക്തങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ അപകടകരമായ അവസ്ഥയെ ഉണ്ടാക്കില്ലേ എന്ന അർത്ഥത്തിൽ ഏതോ ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നമ്മൾ വിസ്തരിച്ച് ഉത്തരം പറയുകയും അതിൻ്റെ ഭാഗമായി കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ തുടങ്ങിയ വിഷയങ്ങളെ പരാമർശിക്കുകയും ചെയ്തു. അത്തരം വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നും അവ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നവയാണെന്ന് മറുപടി പറയുകയും ചെയ്തു. എന്നാൽ അതേ മറുപടിയുടെ പിന്നീടുള്ള ഭാഗത്ത് ഇത്തരം വാക്യങ്ങളുടെ വാച്യാർത്ഥത്തിനുപരി ലക്ഷ്യാർത്ഥം ഉണ്ടെങ്കിൽ അവയെ ബോധിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണെന്നും അങ്ങനെ വാച്യാർത്ഥത്തിനുപരിയുള്ള ലക്ഷ്യാർത്ഥം പരിഭാഷകൾ സഹിതം വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെ മാത്രമേ അവയെ സംബന്ധിച്ച നമ്മുടെ ധാരണ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയൂ എന്നും അല്ലാത്ത പക്ഷം കേവലം വാച്യാർത്ഥം മാത്രമെടുത്താൽ അത് സമൂഹത്തിൽ അപകടമേ ഉണ്ടാക്കൂ എന്നും നമ്മൾ അന്ന് പറയുകയുണ്ടായി. ആ പറഞ്ഞ മറുപടിയിൽ നിന്ന് അവസാനത്തെ ഭാഗം എടുത്തു മാറ്റി പലരും ഇക്കാലത്ത് ഇപ്പോൾ അടുത്ത് ഇന്റർനെറ്റ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം അഭിപ്രായ പ്രകടനങ്ങളും ചിദാനന്ദപുരി സ്വാമി ഖുറാനിനെ അന്യായമായി വിമർശിച്ചു അല്ലെങ്കിൽ നിന്ദിച്ചു എന്ന അർത്ഥത്തിലുള്ള പല ചർച്ചകളും മാധ്യമങ്ങളിൽ നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ആ മറുപടി പൂർണ്ണമായും ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിന് യുക്തമായ വിശദീകരണം നൽകിയതിൽ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഒട്ടും സത്യസന്ധമായിട്ടുള്ള വിഷയമല്ല. ആ പോസ്റ്റുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഖുറാൻ നിന്ദയാണ് അല്ലെങ്കിൽ അന്യായമായ വിമർശനമാണ് എന്ന് വിശ്വാസികളുടെ സമൂഹത്തിന് തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം ചെയ്തികളിലൂടെ നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശ്യം വെച്ചുകൊണ്ട് ആരെല്ലാമോ ചെയ്യുന്നതാണ് ഇത്തരം പരിപാടികൾ. അന്ന് പറഞ്ഞ മറുപടി ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. അതിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പൂർണ്ണമായ രൂപത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ആ ശബ്ദം തന്നെ കേൾപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമാവുകയും ചെയ്തു. അത്തരം ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. കാരണം പ്രാചീന ഗ്രന്ഥങ്ങളിലെ പൂർവാചാര്യന്മാരുടെ ഉപദേശങ്ങളുടെ പശ്ചാത്തലവും അത് ഏത് സമൂഹത്തോട് എങ്ങനെ പറഞ്ഞു തുടങ്ങിയ വിശദീകരണങ്ങളും വാച്യാർത്ഥത്തിലുണ്ടാവുകയില്ല. അത് വിദ്വാൻമാരുടെ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലൂടെ അതത് വാക്യങ്ങൾക്ക് പരിഭാഷ കൂടി നൽകി വിസ്തരിക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടൂ. അങ്ങനെ അവതരിപ്പിക്കപ്പെടാതെ കേവല വാക്യങ്ങളെ ഉദ്ധരിക്കുന്ന പക്ഷം പ്രധാനമായി 2 ദോഷങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, മതത്തിന്റെ പേരിൽ ഭീകരതയും തീവ്രവാദവും അക്രമങ്ങളും വളർത്തുന്നവർക്ക് അത്തരം വാക്യങ്ങൾ അവരുടെ ദുഷ്ചെയ്തികൾക്ക് അനുകൂലമായി അവർ വ്യാഖ്യാനിക്കും. മറ്റൊരു ഭാഗത്ത് ഇത്തരം വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാതെ തർജ്ജമ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്രയും നികൃഷ്ടമാണ് ഈ ഗ്രന്ഥത്തിലെ വാക്യങ്ങളെന്ന് സമ്പ്രദായ ശുദ്ധിയോടുകൂടി അതിനെ പഠിച്ചിട്ടില്ലാത്തവരും മനസ്സിലാക്കും. അതുകൊണ്ട് ഇത്തരം വാക്യങ്ങൾക്ക് വിദ്വാൻമാർ പണ്ഡിതന്മാർ
ശാസ്ത്രസിദ്ധമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയും സമൂഹത്തിലെ ധാരണാപിശകുകൾ മാറ്റുകയുമാണ് വേണ്ടത്. അങ്ങനെ സന്തോഷപൂർണമായൊരു സമൂഹത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഏത് പ്രഭാഷകനായാലും പറഞ്ഞ വിഷയത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും മുറിച്ചു മാറ്റി ഉദ്ദേശശുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ നിന്നോ വ്യതിചലിപ്പിച്ച് അവതരിപ്പിക്കുന്നത് ഒട്ടും യുക്തമായിട്ടുള്ള വിഷയമല്ല. ഈ വിഷയത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വിശദീകരണം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത്തരം ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സജ്ജനങ്ങൾ മനസ്സിലാക്കുക.